നാളുകൾക്ക് ശേഷം കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു. റെക്കോർഡ് കുതിപ്പ് നടത്തിയ ശേഷമാണ് ഇന്നത്തെ നേരിയ ഇടിവ്. വരും ദിവസങ്ങളിൽ വില കൂടാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും വിപണിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ വരും ദിവസങ്ങളിലും തുടർച്ചയായ വില ഇടിയുമെന്ന് കരുതാൻ വയ്യ. ഈ മാസം ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില 65,800 രൂപയായിരുന്നു. ഏറ്റവും കൂടിയത് 70,160 രൂപയും, അതായത് 4,400 രൂപയോളം വർദ്ധിച്ചു. ആഗോള വിപണിയിൽ ഇന്ന് നേരിയ തോതിൽ വില കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് കേരളത്തിലും വില താഴ്ന്നിരിക്കുന്നത്. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,755 രൂപയിലെത്തി. പവന് 120 രൂപ താഴ്ന്ന് 70,040 രൂപയുമായി. ഇതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 7,210 രൂപയിലെത്തി. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 107 രൂപ എന്ന നിരക്കിൽ തുടരുകയാണ്. അന്തർദേശീയ വിപണിയിൽ സ്വർണം ഔൺസിന് $3,233 പുതിയ വില. കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ ഇടിവുണ്ട്. ഡോളർ മൂല്യം കുറഞ്ഞതാണ് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി എടുത്തു പറയുന്നത്. അമേരിക്കയുടെ ചുങ്കപ്പോര് കാരണം ഡോളർ മൂല്യം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള അതേ നിലവാരത്തിലാണ് നിലവിൽ ഡോളർ. 99.60 എന്ന നിരക്കിലേക്ക് ഡോളർ താഴ്ന്നത് മറ്റ് കറൻസികളുടെ വാങ്ങൽ ശേഷി കൂട്ടി. ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് 6 കറൻസികളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചതോടെ അവ ഉപയോഗിച്ചുള്ള സ്വർണ്ണ ഇടപാട് കൂടിയിരിക്കുകയാണ്. ആ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. കൂടുതൽ ആവശ്യക്കാർ എത്തുന്നതോടെ സ്വാഭാവികമായും സ്വർണത്തിന് വില കൂടും. ചൈന നടത്തിയ ചില നീക്കങ്ങൾ ഡോളറിന് തിരിച്ചടിയായെന്നും പറയപ്പെടുന്നു. ഡോളർ വാങ്ങി സൂക്ഷിക്കുന്നത് കുറയ്ക്കാൻ ചൈനീസ് കേന്ദ്ര ബാങ്ക് മറ്റു വാണിജ്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഡോളറിനുള്ള ആവശ്യക്കാർ കുറഞ്ഞു. മാത്രമല്ല, ചൈനീസ് കേന്ദ്ര ബാങ്ക് അവരുടെ കൈവശമുള്ള ഡോളർ കരുതൽ ശേഖരത്തിൽ നിന്ന് വലിയൊരു ഭാഗം വിൽക്കാൻ തീരുമാനിച്ചുവെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. ഡോളറിനെ വിട്ട് പ്രാദേശിക കറൻസികൾ വ്യാപാരം ശക്തിപ്പെടുത്തണമെന്നും ചൈന ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ഡോളറിന് ക്ഷീണമുണ്ടാക്കുന്ന നീക്കങ്ങളാണ്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 86.10 ബ്രന്റ് ക്രൂഡ് ഓയിലിന് $64. ബിറ്റ്കോയിൻ വില $84,000 ഇന്നൊരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും എല്ലാം ചേരുമ്പോൾ 76,000 രൂപ വരെ ചിലവ് വന്നേക്കും. വിഷുദിനത്തിൽ സ്വർണ്ണവില കുറഞ്ഞത് ആശ്വാസമായി കരുതുന്നവരുമുണ്ട്. അതേസമയം വില 70,000 കടന്നതിനെ പരിഹസിച്ച് ട്രോളുകളും നിരവധിയാണ്. ഇപ്പോഴാണ് റൗണ്ട് വിലയായതെന്നും ചില്ലറ അല്ലാതെ ഇടപാട് എളുപ്പമായും എന്നുമാണ് രസകരമായ ഒരു ട്രോൾ. 1 ലക്ഷം രൂപയായിട്ട് വേണം കുറച്ച് സ്വർണം വാങ്ങാനെന്നും കമന്റ് ചെയ്തവരുമുണ്ട്.